കരുത്തിന്റെ പാഠങ്ങളുമായി കുടുംബശ്രീ ബഡ്സ് സ്കൂൾ ജീവനക്കാർക്ക് പരിശീലനം നൽകി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ലോകം പലപ്പോഴും അവരുടെ വിദ്യാലയങ്ങളിലെ ആയമാരുടെയും പാചകക്കാരുടെയും കൈകളിൽ സുരക്ഷിതമാണ്. അവർക്ക് കൂടുതൽ കരുത്തുപകരാനും കുട്ടികളുടെ മനസ്സറിഞ്ഞു പെരുമാറാനുമുള്ള പുതിയ അറിവുകളുമായി കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ശ്രദ്ധേയമായി. ആയിറ്റിക്കടവ് റിസോർട്ടിൽ നടന്ന സംഗമം 100ഓളം വരുന്ന ജീവനക്കാർക്ക് അറിവിന്റെയും ആശ്വാസത്തിന്റെയും പുത്തൻ അനുഭവമായി. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കിഷോർ കുമാർ നിർവഹിച്ചു. പഞ്ചായത്തിന്റെ സഹകരണമാണ് കുറെ ഒരു നൂലമാലകളുണ്ട്. എല്ലാവരും കണ്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങളില്ല. അപ്പോൾ പ്രാക്ടിക്കലി ആകുമ്പോൾ മെല്ലെ 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 എന്ത് വരും, ഇതൊക്കെ നടപ്പിലായിക്കൊണ്ട് ഇവർക്ക് ബഡ്സ് സ്കൂളിൽ കാസർഗോഡ് ജില്ലയിൽ 20 ബഡ്സ് സ്കൂളായിട്ടുണ്ട്. അപ്പോൾ അത് 41 എത്തിക്കണം. സ്കൂളുകളിൽ കുട്ടികൾക്കായി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ മാനസിക ഉല്ലാസവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഇത്തരം കൂട്ടായ്മകളുടെ ലക്ഷ്യമെന്ന് കിഷോർ കുമാർ പറഞ്ഞു. ജില്ലാ പ്രോഗ്രാം മാനേജർ എസ് മനു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പരിശീലകൻ ആനന്ദ് പേക്കടം ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കുട്ടികളുടെ മാനസിക സമ്മർദ്ദം എങ്ങനെയൊക്കെ ലഘൂകരിക്കാം എന്നതായിരുന്നു പരിശീലനത്തിന്റെ പ്രധാന പ്രമേയം. ആനന്ദ് പേക്കടം നയിച്ച ക്ലാസുകൾ വിരസമായ പ്രഭാഷണങ്ങൾക്ക് പകരം രസകരമായ അനുഭവമാക്കി മാറ്റി. ഓരോ കുട്ടിയുടെയും പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് അവരോട് എങ്ങനെ സംവദിക്കണം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ പതറാതെ നിലകൊള്ളണം തുടങ്ങിയ കാര്യങ്ങൾ ജീവനക്കാർക്ക് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. പരിശീലനത്തിനപ്പുറം ജീവനക്കാരുടെ തൊഴിൽഭാരം കുറയ്ക്കാൻ കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി. സോഷ്യൽ മീഡിയയിൽ തരംഗമായ പാട്ടുവീട്ടിലെ രവീന്ദ്രനും മകൾ വൈകിയും ചേർന്ന് പാടിയ പാട്ടുകൾ സദസ്സിനെ ആവേശത്തിലാഴ്ത്തി. ജോലി തിരക്കുകൾക്കിടയിൽ മനസ്സിന് കുളിർമയേകുന്ന ഒന്നായി സംഗീത വിരുന്നു മാറി. KR കാവ്യ സ്വാഗതവും K സോയ നന്ദിയും പറഞ്ഞു. M റനീഷ, P ഗീതു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബഡ് സ്കൂൾ ജീവനക്കാർ പരിപാടിയിൽ പങ്കെടുത്തു. കേവലം ഒരു പരിശീലനം എന്നതിലുപരി ഭിന്നശേഷിക്കാരായ കുട്ടികളെ ചേർത്തുപിടിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ ഒത്തുചേരലായി പരിപാടി മാറി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.